ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുവിന് ആപത്തുണ്ടാവുന്നാണോ ശാരദാമ്മ പറയുന്നത്? ഉണ്ടാകുമെന്നല്ല സത്യാമ്മേ പറഞ്ഞത്. ഉണ്ടാകാതിരിക്കാനുള്ള വഴികൾ നമ്മൾ നോക്കണമെന്ന് പറയുമായിരുന്നു. ഞാനിതേ വിഷ്ണുവിന് വേണ്ടി ശത്രു സംഹാര പൂജയും പുഷ്പാഞ്ജലിയും മൃത്യുഞ്ജയ ഹോമവും ഒക്കെ കഴിച്ചിട്ട് വരിക. ഈശ്വരനെ ജപിച്ചാൽ തീരാത്ത ദോഷമുണ്ടോ സത്യാമ്മേ? ശാരദാമ്മയോ? രാഘവേട്ട ഇരിക്കിരിക്കരി. ഇരിക്ക് ശാരദാമ്മേ. വിഷ്ണുവിനെന്തോ അപകടം വരുന്നു. അതുകൊണ്ട് ചില പൂജകൾ കഴിപ്പിച്ചിട്ടാ ശാരദാമ്മ വരുന്നത്. ഇനിയിപ്പോ ഭാമയും തുടങ്ങും ക്ഷേത്രങ്ങൾ തോറും വഴിപാട് കഴിക്കാൻ. അത് വെറും ഒരു സ്വപ്നമില്ലയോ ശാരദാമ്മേ? ചായ അതിനൊരു പ്രാധാന്യം കൊടുക്കണോ? കൊടുക്കണം ശാരദമ്മേ. ചില സമയങ്ങളിൽ നമുക്കൊരു മുന്നറിയിപ്പായിട്ട് സ്വപ്നം മാറും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വിഷ്ണുവിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ചും ഭയക്കേണ്ടതുണ്ട്. ദിവസം ചെല്ലും തോറും ശത്രുക്കളുടെ എണ്ണം കുറഞ്ഞല്ലോ, കൂടി വരികയല്ലേ. ശാരദാമ്മ പറഞ്ഞത് ശരിയാ. ഇപ്പൊ നടത്തുന്ന ബിസിനസ്സിലേക്ക് ഞാനും വിഷ്ണുവും ഒരിക്കലും കടന്നു വരികയില്ലെന്ന് പലരും കരുതിയിരുന്നത്. ഞങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പലരും പല രീതിയിലും പലതും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എന്നിട്ടും വിഷ്ണുവിന്റെ ഒറ്റ മെടുക്കില ഈ ബിസിനസ് നമ്മൾ തിരിച്ചുപിടിച്ചത്. അപ്പൊ പിന്നെ പകയും വിദ്വേഷവും ശത്രുതാ മനോഭാവവും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ കാഴ്ചപ്പാടിൽ വിഷ്ണുവിന്റെ ആപത്തൊക്കെ മാറിയെന്ന് തന്നെ എനിക്ക് തോന്നുന്നേ. അല്ല, ശാലിനിക്ക് എന്തെങ്കിലും പറ്റിയാലും അതും വിഷ്ണുവിനെ ബാധിക്കുമല്ലോ. അത് തന്നെയാ പറഞ്ഞത്, മൃത്യുവിന്റെ അപഹാരമുണ്ടെന്ന്. അതിന് നമ്മൾ എന്താന്ന് വെച്ചാൽ ചെയ്യണം. ഞാനൊരു ജോത്സ്യനെ കണ്ട് കാര്യങ്ങൾ നോക്കിയായിരുന്നു. ആണോ? എന്നിട്ട് എന്തു പരിഹാര ജോത്സ്യം പറഞ്ഞത്? വിഷ്ണുവിന്റെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി തൃപ്പങ്കോട്ട് ക്ഷേത്രത്തിൽ പോയി മഹാമൃത്യുഞ്ജയ ഹോമം നടത്താൻ പറഞ്ഞു. ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവുകൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്നാ നമുക്ക് പോണ്ടേ? എപ്പോ പോവാനും ഞാൻ റെഡി. പക്ഷെ മരിക്കാതിരിക്കണം. പറ്റുമോ? വിഷ്ണു, ഇത് തമാശയല്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. സാക്ഷാൽ ഭഗവാന് പോലും കഷ്ടകാലം വരുന്ന സമയമുണ്ട്. എന്ത് വേണമെങ്കിൽ ചെയ്യാന്നേ. ദേ, നിങ്ങൾ രണ്ടമ്മമാരും ചേർന്ന് എന്നെ ഇങ്ങനെ വാത്സല്യത്തോടെ ചേർന്ന് പൊതിയുമ്പോഴേ എന്നെ ഏത് മരണത്തിനെ കൊണ്ടുപോകാൻ പറ്റുക? എന്റെ ആയുസിന് വേണ്ടിയല്ലേ. പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ പറ്റുമെങ്കിൽ മാറട്ടെ. നമുക്ക് പോവാം.